തീർച്ചയായിട്ടും ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നീതി എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഈ തറ്റം വരെ ആ തറ്റം വരെ അല്ല, അതിന്റെ അപ്പുറത്ത് കിട്ടണമെങ്കിൽ അതിന്റെ അപ്പുറത്ത് നമ്മൾ പോകും. ഒരു നുണയും പറഞ്ഞിട്ടില്ല, സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാനും പോകുന്നില്ല. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആദ്യത്തെ ആളെ പിടിക്കപ്പെട്ടു, പിന്നെ ഇനിയിപ്പം ഓരോരുത്തർ ചെവി നുള്ളിക്കോളാൻ പറഞ്ഞു. നിനക്ക് ചെവി ഉണ്ടെങ്കിൽ നീയും കൂടെ നുള്ളിക്കും. ചില ബ്ലോഗന്മാരുണ്ട്, പേര് ഞാൻ പറയണില്ല ഇപ്പോ, വിത്ത് എവിഡൻസ് അവരെയൊക്കെ തൂക്കാനുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ ആവശ്യമില്ലാതെ തന്നെ വെറുതെ വിട്ടുള്ളത്. ആരൊക്കെ ഇട്ട് തരണ അപ്പം തിന്നിട്ട് വെറുതെ കിടന്ന് കുരക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ, കുറച്ചെങ്കിലും ബോധം വേണമെന്നേ പറയാനുള്ളൂ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി തിന്നുക, വല്ലവരും ഇട്ട് തരുന്ന തിന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടരുത്. മറുപടി തരാം വീട്ടിലെത്തിയിട്ട്, ബാക്കി മറുപടി. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് ബ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കെ ഉണ്ട്, പല്ലേച്ചില്ല. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ, തൂറിയിട്ടൊക്കെ പോകുള്ളൂട്ടാ. എടാ എനക്ക് എന്തിൻ്റെ കേടാടാ? വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കാഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കുക. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതും സെഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞാൻ കൂടി ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സന്ദീപ് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് ജാമ്യനിൽ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് വന്നതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ പറയണതൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ജയിലിൽ അവർ എല്ലാവരും പറയുക, അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് രാത്രി ഉറങ്ങാതെ ഇരുന്ന് മെസ്സേജ് ചെയ്തവരും ഫോൺ എടുത്ത് പാടില്ല എന്ന് പറഞ്ഞവരെ വരെ ഫോൺ എടുത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചും കൊണ്ട് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തവരുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്നേ ഉള്ളൂ, അത്രയേ ഉള്ള വ്യത്യാസം ഇതിൽ. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ സന്ദീപിന് പറയാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിൻഡ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ, ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്. അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ അറസ്റ്റും കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ടേക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കണ്ടൻറ്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ സന്ദീപ് പുറത്ത് വന്നിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിൻ്റെ കഥ തുടരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം അതിലെന്തൊക്കെയോ സത്യങ്ങളുള്ളതുപോലെ ഒരു ഫീലിങ്സ്. അപ്പോൾ ഇനി അത് കാണണം എന്നുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാവും, നമുക്കെല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് എനിക്കും ഉണ്ടാവും. പക്ഷെ എന്തായാലും സത്യം ജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും രേണുസുധിയുടെ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക്. ഇതിൽ നിന്ന് ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ?
അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ചും നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നീ ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രേണുസുധീര ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരുപാട് ഈ ഒറ്റ കാര്യത്തോടെ, അതായത് വിശപ്പ് സന്ദീപിൻ്റെ പേരിൽ കേസ് കൊടുത്തതോടെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ വീണ്ടും രേണുവിനെ വെറുക്കാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് അറിയാൻ പറ്റും. ഒരുപാട് ശത്രുക്കളെ ആദ്യം ഇതേപോലെ വിശപ്പുണ്ടാക്കി തന്നു. പിന്നെ അതിൽ നിന്ന് കുറേ പേര് രേണുസുധിയെ സ്നേഹിക്കാൻ തുടങ്ങി. വീണ്ടും രേണുസുധിക്ക് ഒത്തിരി ശത്രുക്കളെ വിശപ്പ് തന്നെ ഉണ്ടാക്കി തന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയല്ലേ ഉള്ളൂ. എന്തായാലും വിശപ്പ് ഒക്കെ ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബൈ.